Welcome back to my channel. In the last class, we discussed articles. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ച് ഉള്ള ഒരു 11ാമത്തെ ചോദ്യം പഠിച്ചു. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ആർട്ടിക്കിൾസ് നിയമങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ എക്സസൈസും നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനുള്ള മറുപടി അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 12th ക്വസ്റ്റ്യൻ. ദി പ്ലേയേഴ്സ് റീച്ച്ഡ് ഡാഷ് ടൈം ദാറ്റ് ദി പ്ലേ സ്റ്റാർട്ടഡ് ഡാഷ് ടൈം. ദി പ്ലേയേഴ്സ് റീച്ച്ഡ് ഡാഷ് ടൈം, അതായത് കളിക്കാർ സമയത്തെത്തി. ദാറ്റ് ദി പ്ലേ സ്റ്റാർട്ടഡ് ഡാഷ് ടൈം, അങ്ങനെ കളി അതുകൊണ്ട് ദാറ്റ് ദി പ്ലേ സ്റ്റാർട്ടഡ്, കറക്റ്റ് സമയത്ത് കളി തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം നടക്കുന്നത് കളിക്കാരെത്തുക എന്നുള്ളതാണ്, അല്ലേ? ആ ടീം അവിടെ എത്തുക. അപ്പോൾ ടീം നേരത്തെ എത്തിയെങ്കിലേ കൃത്യസമയത്ത് കളി തുടങ്ങാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പ്രിപ്പോസിഷനാണ് തന്നിരിക്കുന്നത്. ഓൺ, ഇൻ, ബൈ ഇൻ, ഓൺ, ഇൻ, ഓൺ. ഇതാണ് നമ്മളുടെ ചോയ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യസമയത്തിന് മുന്നിൽ ഓണും, കൃത്യസമയത്തിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്തിന് മുന്നേ ആണെങ്കിൽ ഇന്നും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ ദി എക്സാക്റ്റ് ടൈം, അതാണ് റൂള്. ബിഫോർ ദി എക്സാക്റ്റ് ടൈം. ഓൺ ഈസ് യൂസ്ഡ് എക്സാക്റ്റ് ടൈം. അപ്പോൾ ഇന്ന് എക്സാക്റ്റ് ടൈമിന് മുന്നിൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് ഞാൻ കൃത്യസമയത്തിന് 10 മണിക്കാണ് മീറ്റിംഗ്, 9:59 എത്തിയാലും ഇന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. 10 മണിക്ക്, കൃത്യം 10 മണിക്കാണെങ്കിൽ ഓണാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇവിടെ ദി പ്ലേയേഴ്സ് റീച്ച്ഡ് ഇൻ ടൈം, സമയത്തിന് മുന്നെത്തി. ദാറ്റ് ദി പ്ലേ സ്റ്റാർട്ടഡ് ഓൺ ടൈം, അതുകൊണ്ട് കൃത്യസമയത്ത് കളി ആരംഭിച്ചു. കൃത്യം 10 ആണെങ്കിൽ 10, അതാണ്. അപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കുക, ഇൻ ഈസ് യൂസ്ഡ്, ഈ ടൈമുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ ദി എക്സാക്റ്റ് ടൈം ആൻഡ് ഓൺ ഈസ് യൂസ്ഡ് എക്സാക്റ്റ് ടൈം. ഓൺ എക്സാക്റ്റ് ടൈമിന് മുന്നിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എക്സാക്റ്റ് ടൈമിന് മുന്നിൽ, അതിന് സമയത്തിന് മുന്നാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നു. സോ ആൻസർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് എ പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ വേർഡ്സ് യു പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ. ഒരു നാമത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു സർവനാമത്തിന് മുന്നിലോ ഉപയോഗിക്കുന്ന പദത്തെ അല്ലെങ്കിൽ പദങ്ങളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുക. ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു സം അതർ വേർഡ്സ് ഇൻ ദി സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ മറ്റ് പദങ്ങളുമായുള്ള ബന്ധം സൂചിപ്പിക്കാനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ വേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രൊനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു സം അതർ വേർഡ്സ് ഇൻ ദി സെൻറ്റൻസ്. ആ സെൻറ്റൻസിലെ മറ്റ് പദങ്ങളുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് നൗണിന് മുന്നിലോ അല്ലെങ്കിൽ പ്രൊനൗണിന് മുന്നിലോ ഉപയോഗിക്കുന്നു. പ്രിപ്പോസിഷൻ മീൻസ് ബിഫോർ. പ്രീ മീൻസ് ബിഫോർ, പ്രീ ഡിഗ്രി, ബിഫോർ ഡിഗ്രി. പ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം ബിഫോർ എന്നാണ്. ഇവിടെ ബിഫോർ ദി നൗൺ ഓർ പ്രൊനൗൺ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഹി ഈസ് കമ്മിങ് ബൈ പ്ലെയിൻ. There is no sugar in the pot. Ram is very angry with you. Look at these 3 sentences. I have written 3 sentences here. First one, he is coming by plane. അപ്പോൾ by എന്ന് പറയുന്നത് ഒരു preposition ആണ്. There is no sugar
ഇൻ ദി പോട്ട്. ഇൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രിപ്പോസിഷനാണ്. റാം ഈസ് വെരി ആംഗ്രി വിത്ത് യു. വിത്ത് എന്ന് പറയുന്നത് മറ്റൊരു പ്രിപ്പോസിഷനാണ്. ഇവിടെ നമ്മൾ ഡെഫിനേഷൻ അനുസരിച്ച് preposition is a word or words placed before a noun or a pronoun to show its relation to some other words in the sentence. ഇവിടെ ബൈ പ്ലെയിൻ ഇവിടെ ഒരു നൗണാണ്, പ്രോനൗണാണ്. ഇവിടെ ഒരു നൗണാണ്. അപ്പോൾ ഇവിടെ നൗണിന് മുന്നിലാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോനൗണും ഈ നൗണും തമ്മിൽ, അതുപോലെ ആ ആക്ഷൻ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഇവിടെ ബൈ അപ്ലൈ ചെയ്തിരിക്കുന്നു. ദർ ഈസ് നോ ഷുഗർ. ഷുഗർ ഒരു നൗണാണ്, പോട്ട് എന്ന് പറയുന്നതും മറ്റൊരു നൗണാണ്. അപ്പോൾ ഇവിടെ രണ്ട് നൗണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഒരു പ്രോനൗണും ഒരു നൗണും തമ്മിൽ ആ ആക്ഷനെ സൂചിപ്പിക്കാനായിട്ട് ഇവിടെ അത് ഉപയോഗിക്കുന്നു. ഇനി റാം ഒരു നൗണാണ്. ഈസ് വെരി ആംഗ്രി വിത്ത് യു. യു എന്ന് പറയുന്നത് ഒരു പ്രോനൗണാണ്. സിംപ്ലി വി കൻ സേ pronoun is used before a noun. Here before a noun, here before a noun, here before a pronoun. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കൈൻഡ്സ് ഓഫ് പ്രൊനൗൺസ്. നെക്സ്റ്റ് വി കം ടു കൈൻഡ്സ് ഓഫ് പ്രിപ്പോസിഷൻസ്. കൈൻഡ്സ് ഓഫ് പ്രിപ്പോസിഷൻസിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രിപ്പോസിഷൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിമ്പിൾ പ്രിപ്പോസിഷൻസ്, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ്, ഫ്രേസ് പ്രിപ്പോസിഷൻസ്, പാർട്ടിസിപ്പൽ പ്രിപ്പോസിഷൻസ്, ഡബിൾ പ്രിപ്പോസിഷൻസ്, പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആൻഡ് പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ. ഇത്രയുമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മളുടെ ചോദ്യത്തിൽ സിമ്പിൾ പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം സിമ്പിൾ പ്രിപ്പോസിഷൻ്റെ കാറ്റഗറി ഏതൊക്കെയാണെന്ന്. ഇൻ, ഓൺ നോക്കാം. സിമ്പിൾ പ്രിപ്പോസിഷൻ ഓൺ, ഇൻ, അറ്റ്, വിത്ത്, ബൈ, ഫോർ, ടു, ഫ്രം. ഇത്രയുമാണ്. ഇതിൽ കുറച്ചെണ്ണം ഞാൻ എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സിമ്പിൾ പ്രിപ്പോസിഷൻസിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓൺ സിമ്പിൾ പ്രിപ്പോസിഷൻ അത് ഒരു പ്ലേസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ദി ബുക്സ് ആർ ഓൺ ദി ടേബിൾ. അപ്പോൾ ഒരു സർഫസ് ടച്ചിങ് ആണ് അവിടെ ഓൺ സൂചിപ്പിക്കുന്നത്. അതുപോലെ ടൈമിന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഓൺ മൺഡേ, ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ ഇങ്ങനെ പറയുമ്പോൾ ആ ഡേയ്സിന് മുന്നിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സാക്റ്റ് ടൈമിന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. ഇനി ഐ വാസ് ബോൺ ഓൺ മൺഡേ. ഓൺ, ബോൺ ഓൺ മൺഡേ, ക്രിസ്ത്യൻ ഓൺ ട്യൂസ്ഡേ, മാരിഡ് ഓൺ വെനസ്ഡേ, ടുക്കിൾ ഓൺ തേഴ്സ്ഡേ, വെഡ്സ് ഓൺ ഫ്രൈഡേ, ഡൈഡ് ഓൺ സാറ്റർഡേ, ബറിഡ് ഓൺ സൺഡേ. അപ്പോൾ ഈ സോളമൻ ഗ്രണ്ടി എന്ന രാജാവിൻ്റെ പ്രത്യേകതയായിട്ട് ഇങ്ങനെ ഒരു റൈമുണ്ട്. അവിടെ എല്ലാം ഓൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡേയ്സിന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൺ അവിടെ ഉപയോഗിക്കുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. രാജ്യങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കും. ഇൻ ഇന്ത്യ, ഇൻ അമേരിക്ക, അതുപോലെ ഇൻ ദി ഇയർ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇൻ ഉപയോഗിക്കുന്നു. അറ്റ് കൃത്യ സമയത്തിന് മുന്നിൽ, ചെറിയ സ്ഥലത്തിന് മുന്നിൽ അറ്റ് ഉപയോഗിക്കുന്നു. വിത്ത് കൂടെ എന്ന അർത്ഥത്തിൽ, കൊണ്ട് എന്ന അർത്ഥത്തിൽ വിത്ത് ഉപയോഗിക്കുന്നു. ബൈ ഒരു ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ബൈ പ്ലെയിൻ, ബൈ കാർ, ബൈ ബസ്. ഫോർ വേണ്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ടു ഒരു ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്രം ഇൽ നിന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അതും ഒരു ഡയറക്ഷൻ, ഫ്രം ടു. The compound preposition according to, because of, due to, on behalf of, out of, instead of, in front of. These are the compound prepositions examples. Then phrase preposition. Phrase preposition in spite of, on account of, in addition to, with regard to. ഇതൊക്കെയാണ് phrase preposition. ഇനി പാർട്ടിസിപ്പൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ചേർന്ന് വരുന്നതെല്ലാം റിഗാർഡിങ്, ഇൻക്ലൂഡിങ്, കൺസിഡറിങ്, ഇതൊക്കെ കൺസിഡറിങ്, ഫോളോയിങ്, all these are under the category of participle prepositions. ഇനി ആറാമത്തത് ടൈമിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓൺ ഉപയോഗിക്കും.
ഇൻ ഉപയോഗിക്കും, അറ്റ് ഉപയോഗിക്കും. കൂടാതെ ഡ്യൂറിങ്, ബിഫോർ, ആഫ്റ്റർ. ബിഫോർ ലഞ്ച്, ആഫ്റ്റർ ലഞ്ച്, ഡ്യൂറിങ് ദാറ്റ് ടൈം, ഡ്യൂറിങ് ലഞ്ച് ടൈം. അപ്പോൾ അതും ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു, ഇൻ ഉപയോഗിക്കുന്നു, ഓൺ ഉപയോഗിക്കുന്നു. കൂടാതെ എബോവ് എന്ന് ഉപയോഗിക്കുന്നു, ബിലോ എന്ന് ഉപയോഗിക്കുന്നു, അണ്ടർ ഉപയോഗിക്കുന്നു, ഓവർ, എക്രോസ്, ബിറ്റ്വീൻ. ഇതൊക്കെ പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മുകളിൽ, താഴെ, അടിയിൽ, മീതെ, കുറുകെ, ഇടയിൽ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇനി പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു, ഐ ഗോ ടു സ്കൂൾ, ടു, into, direction, into, towards, through. ഇതൊക്കെ ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് ആണ്. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് prepositions. So prepositions may be classified into simple preposition, compound preposition, phrase preposition, participle preposition, double preposition, time preposition, place preposition, preposition of direction. Next, so we have studied prepositions not in a detailed way, but kinds of prepositions, especially simple prepositions. In the next class I will give 10 questions. You have to do yourself and find out how much or how well you understood. എത്രമാത്രം നന്നായി നിങ്ങളത് മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. ആ തരുന്ന ക്വസ്റ്റ്യൻസ് തനിയെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.